കുട്ടനാട്ടിൽ എൻ്റെ വീടിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നിങ്ങളെ ഞാൻ ഈ വീടിൻ്റെ മുമ്പിലുള്ള ഒരു കാഴ്ച കാണിക്കാം. നോക്കുക. ഈ കാണുന്നത് 3 മീറ്റർ വീതിയുള്ള റോഡാണ് ഈ പ്രദേശത്തുള്ളവർക്കുള്ള ഏക യാത്രാമാർഗം. ഈ വലതുവശത്ത് കാണുന്നത് നെൽപ്പാടമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. നെൽപ്പാടമല്ല, തോടാണ്. തോട്ടിൽ പുല്ല് വളർന്ന് നിൽക്കുന്നതാണ്. പുല്ല് മാത്രമല്ല, ആഫ്രിക്കൻ പായലും ശക്തമായിട്ട് വളർന്ന് തോട് നിറഞ്ഞിരിക്കുകയാണ്. നോക്കുക, ഒരു വള്ളം കിടക്കുന്നത്. അതിൻ്റെ ചുറ്റും പുല്ല് വളർന്ന് പന്തലിച്ചതുകൊണ്ട് അവിടുന്ന് അനക്കുവാൻ നിവൃത്തിയില്ലാതെ കിടക്കുകയാണ് മാസങ്ങളായിട്ട്. എവിടെയും പൊതുജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണ് കാണുന്നത്. ഈ കാണുന്നത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒരു സ്മാരകമാണ്. പൊതുമരാമത്ത് വകുപ്പിൻ്റെ അനാസ്ഥയുടെ സ്മാരകം. പാലം മുഴുവൻ തകർന്നിരിക്കുകയാണ്. പാലത്തിലൂടെ യാത്ര ചെയ്യാൻ നിവൃത്തിയില്ല. എങ്കിലും ഈ അവശിഷ്ടം പൊളിച്ചു മാറ്റുവാനുള്ള മഹാമനസ്കത പോലും അവർ കാണിക്കുന്നില്ല. പാലം പൊളിഞ്ഞതുകൊണ്ട് പൊതുജനങ്ങൾ പിരിവെടുത്ത് പണിത പാലമാണ് ഈ കാണുന്നത്. ഓളയും പുല്ലും തോട്ടിൽ വളർന്ന് വലുതായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് വാരിക്കളയുവാനോ തോട് വൃത്തിയാക്കുവാനോ യാതൊരു ഇനീഷ്യേറ്റീവും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ നിന്ന് ഇടത്തോട്ടും തോടങ്ങനെ കിടക്കുകയാണ്. നമുക്ക് വലത്തേക്ക് ഒരല്പം കൂടെ തിരിയാം. ഗാർഹിക ആവശ്യത്തിന് പോലും വെള്ളം കോരി ഉപയോഗിക്കാൻ നിവൃത്തിയില്ലാത്ത രീതിയിൽ അളിഞ്ഞ് പളിഞ്ഞ് കിടക്കുകയാണ് തോട്. ഈ മരച്ചില്ലകളുടെ ഇടയിലൂടെ അങ്ങോട്ട് നോക്കൂ. കുറേ സ്ഥലം തെളിഞ്ഞ് തോട് വൃത്തിയാക്കി കിടക്കുന്നത് കണ്ടോ? അത് അടുത്തുള്ള മുട്ടാർ പഞ്ചായത്തിൻ്റെ സ്ഥലമാണ്. മുട്ടാർ പഞ്ചായത്തുകാർ ഇതൊക്കെ കാര്യക്ഷമമായി ചെയ്യുമ്പോഴും രാമങ്കരി പഞ്ചായത്ത് അനങ്ങാപ്പാറ നയമാണ് തുടരുന്നത്. രാമങ്കരി പഞ്ചായത്തിലെ ഉത്തരവാദിത്വമുള്ളവർ കണ്ണു തുറക്കുമെന്നും ഈ തോടിൻ്റെ ശോച്യാവസ്ഥ മാറ്റുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു.